കേന്ദ്ര സർക്കാർ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലുകൾ നൽകുന്ന റെയിൽവേയെ ഭംഗിയായി വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. പൂർണ്ണമായി ഇന്ത്യൻ റെയിൽവേയെ വിൽക്കുന്നതിൻ്റെ ഭാഗമായി റെയിൽവേയിൽ വീണ്ടും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ട്രെയിനുകളിൽ ആവശ്യത്തിന് ലോക്കോ പൈലറ്റ്മാർ അടക്കം ഇല്ല എന്നുള്ളതാണ്. നിലനിൽക്കുന്ന തസ്തികകളിൽ ആളെ വെക്കാതെയും പല തസ്തികകളും വെട്ടിക്കുറച്ചും പലതരത്തിൽ കരാറുകളിലേക്ക് ആളുകളെ കയറ്റിയും ഇന്ത്യൻ റെയിൽവേയെ തകർക്കാൻ ആവശ്യമായ രീതിയിലുള്ള നല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരമൊരു ശ്രമത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക്, പ്രതിപക്ഷ നേതൃത്വമുള്ള പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ് വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസോ UDFോ നടത്തുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗമായ വക്താക്കളായി മാറിയ മാധ്യമങ്ങൾ നടത്തുന്നുണ്ടോ? അവർക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ പൈസ നൽകുന്നത് BJP ആയതുകൊണ്ട് ഇത്തരം ചർച്ചകൾ കേരളത്തിൽ നടത്തണ്ട എന്നുള്ള തീരുമാനം മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? ഇവിടെയും കാര്യങ്ങൾ പറയുന്നതും പ്രതിഷേധങ്ങൾ നടത്തുന്നതും പ്രതിരോധങ്ങൾ തീർക്കുന്നതും ഇടതുപക്ഷ സംഘടനകളാണ്.